സീറ്റ് വിഭജന ചർച്ചകൾ ഇതാ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ്. RSPയുടെ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുത്തു. മട്ടന്നൂരിലും ആറ്റിങ്ങലിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പകരം അമ്പലപ്പുഴയിലും വാമനപുരത്തും RSP അവകാശവാദം ഉന്നയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉടൻ ഉഭയകക്ഷി ചർച്ച നടക്കും. ഇടുക്കി, ഏറ്റുമാനൂർ, കോതമംഗലം സീറ്റുകൾ ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് നീക്കം. റോഷിപ്പാലാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി റോഷിപ്പാൽ, പരമാവധി സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് UDF ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഏത് രീതിയിലാണ് നീക്കുപോക്കുകൾ? RSPയുടെ 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ തിരിച്ചു നൽകും? വിനീത, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒഴികെ മറ്റ് ഘടകകക്ഷികളുമായി കോൺഗ്രസ് ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ഇനി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കാനുള്ളത്. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളുമായി. RSPയുമായുള്ള ചർച്ചയിൽ മട്ടന്നൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. മട്ടന്നൂരിലും ആറ്റിങ്ങലിലും കോൺഗ്രസ് മത്സരിക്കും. പകരം വാമനപുരത്തും അതിനൊപ്പം അമ്പലപ്പുഴയിലെയും സീറ്റുകളിലാണ് അവകാശവാദം RSP ഉന്നയിച്ചത്. ഈ കാര്യത്തിൽ ഇനിയും ചർച്ചകൾ തുടരും. അതേസമയം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ബുധനാഴ്ച ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം. ബുധനാഴ്ച കൊണ്ട് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും ആദ്യഘട്ട ചർച്ച നടക്കും. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ കൈവശമുള്ള 1-ൽ കൂടുതൽ സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള നീക്കം, പ്രത്യേകിച്ച് ഇടുക്കി, കോതമംഗലം, ഏറ്റുമാനൂർ ഉൾപ്പെടെ സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് നീക്കം. ഈ കാര്യത്തിൽ കടുത്ത നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കഴിഞ്ഞ തവണ മത്സരിച്ച ഒറ്റ സീറ്റും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം തന്നെ മുസ്ലിം ലീഗുമായുള്ള ചർച്ചയിൽ പ്രധാനപ്പെട്ട പല സീറ്റുകളും കോൺഗ്രസിന് വിട്ടു നൽകാൻ മുസ്ലിം ലീഗ് സന്നദ്ധമായിട്ടുണ്ട്. തിരുവമ്പാടി, കോങ്ങാട്, ഗുരുവായൂർ അടക്കമുള്ള സീറ്റുകളാണ് പ്രധാനപ്പെട്ടത്. പുനലൂർ സീറ്റും നൽകാൻ തയ്യാറാണ്. പക്ഷേ പുനലൂർ സീറ്റ് വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. അതേസമയം തന്നെ ആ കാര്യത്തിൽ ഇനിയും ചർച്ച നടക്കുമെന്നാണ് UDF വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പട്ടാമ്പി സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പട്ടാമ്പി സീറ്റ് കൈമാറി അങ്ങനെ വിജയസാധ്യതയുള്ള ഏത് കക്ഷിക്കാണെങ്കിൽ ആ കക്ഷിക്ക് സീറ്റ് കൈമാറി അവരുടെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുക എന്ന രീതിയിലാണ് ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. ദീർഘകാലമായി ഏതെങ്കിലും ഒരു കക്ഷി മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മറ്റൊരു കക്ഷിക്ക് നൽകി ആ സീറ്റിൽ അവരുടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനാണ് ആലോചന. 27-ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമുണ്ട്. അതിനു മുമ്പ് തന്നെ പരമാവധി ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള നീക്കമാണ്. ഫെബ്രുവരി ആദ്യ വാരവും 2-ാം വാരവുമായി പരമാവധി സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള ശ്രമവും UDF നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. വിനീത, ശരി, ഏതായാലും ചർച്ചകൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു. റോഷിപ്പ ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘനാളായി മത്സരിച്ച് വിജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങൾ പലതും വെച്ചു മാറുന്നതിലൂടെ കൂടുതൽ കോൺഗ്രസ് ഏറ്റെടുത്ത സീറ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത് പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. റോഷിപ്പ വിശദാംശങ്ങൾ നൽകുന്നു.